ആ വീട് മൂട് മാറി എല്ലാം കൂടി വീട് തലകീഴായി മറിച്ചു. ഭാഗ്യം ചെയ്തവരാ നമ്മൾ. ഈ കുട്ടികളുടെ കളിയും ചിരിയും കണ്ണടയ്ക്കുന്നവരെ കാണാൻ സാധിക്കണേ എന്റെ ഗുരുവായൂരപ്പ. ഒരു പ്രാർത്ഥന, ഒരാഗ്രഹം, അത്രേ ബാക്കിയുള്ളൂ. രവിയുടെ വിവാഹം. നിന്റെ ഒരു കണക്കുകൂട്ടലിൽ അവൻ ആരെയാവും ഇഷ്ടമാവുക? ഒന്നിനൊന്ന് മിടുക്കികളല്ലേ 5 പേരും. ആരായാലും നമുക്ക് ഒരുപോലെയല്ലേ. പക്ഷേ എന്താ അവന്റെ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? 5 പേരിൽ ഒരാളാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നാലേ എന്റെ ബാങ്ക് ബാലൻസ്, ഷെയർസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഞാൻ അവർ കൊടുക്കൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൈ ഞാൻ അവന് കൊടുക്കില്ല. അതിപ്പോ അവൻ അറിയണ്ടേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന്? അറിയരുത്. ഈ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുള്ളിൽ അവൻ ഏതെങ്കിലും ഒരു മുറപ്പെടിനോട് ഇഷ്ടം തോന്നട്ടെ. അങ്ങനെ വന്നാൽ ഇത് നാച്ചുറൽ ആകൂ. അതുവരെ ഇത് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ ഞാൻ കുളമാക്കി തരാം കേണൽ സി.ആർ. മേനോൻ. ഓ, അപ്പൊ ഇതാണ് മുത്തുവിന്റെയും മുത്തിയുടെയും പ്ലാൻ. എടി ഭയങ്കരി, നീ ഇതിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സകല പ്ലാനും പൊട്ടി. ഇവൾ അറിഞ്ഞാൽ നാട് മുഴുവനും പാട്ടാവും. അപ്പൊ ഇതിനാണ് പേരക്കുട്ടികളെ എഴുന്നള്ളിച്ച് രണ്ടും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയത്. നോട്ട് ബാഡ്. നീ ഇവിടെ കേട്ടത് എങ്ങാനും പുറത്തുപോയി പറഞ്ഞ പിന്നെ ഈ മുത്തശ്ശൻ മിണ്ടൂല. ഷുവറാ. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കാനാവില്ല മുത്തു. ഈ നെഞ്ചിനകത്ത് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഞാനിന്ന് പോയിട്ടേ ആ പെമ്പിള്ളേരോടും രവിയോടും പറഞ്ഞിട്ട് വരാം. മുത്തശ്ശന്റെ പൊന്നു മോളല്ലേ. എന്ത് തരും? എന്ത് തരാൻ? ഒരു 1000 rupees. ബ്ലാക്ക് മെയിലിംഗ്. യെസ്. ആ 1000 മണീസ് കിട്ടിയാൽ ഞാൻ എന്റെ നെഞ്ചിലെ സഫോക്കേഷൻ അങ്ങ് സഹിക്കും. അതങ്ങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നൊന്നും വേണ്ട മുത്തു. പണം വാങ്ങിയിട്ട് കാല് മാറിയാ ഐ ട്രൈ മാറാതിരിക്കാൻ. പിന്നെ നല്ല ഹോം മെയ്ഡ് വൈൻ കാണുമല്ലോ കയ്യില്. ഒരു പെഗ് തരുമോ? ആണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അവള് നമ്മുടെ ചുണക്കുട്ടനല്ലേ. എന്റെ പൊന്നു ലോറൻസ്, നീ ഇതുകൊണ്ട് പോ. അതല്ലെന്നേ, ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയാകുകയല്ല. നീ പോ ലോറൻസ്. മുതല് തിരിച്ചു കിട്ടാതെ പുള്ളിക്കാരൻ അടക്കത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ, സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ട. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷം മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ, എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? അല്ല, നീ എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കാർഡ്സ് അയച്ചു, ഫോൺ ചെയ്തു, പിള്ളേർ സെറ്റിന് കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മുത്തു കുറച്ച് പോക്കറ്റ് മണി തന്നേ. എന്താ മോളെ ഒരു അപലക്ഷണം കെട്ട ചിരി? ആരാ മോനെ ലോറൻസ്? ലോറൻസ്, മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ? അല്ല ഒന്നുമില്ല. ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? എല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യായിരുന്നല്ലേ? ബോബന് മോളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീ ഉണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ദിസ് ഈസ് കന്നഡ. മേക്ക് ഇറ്റ് ഇൻ മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ತಾತಂದು
പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ നിനക്ക് കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ പിന്നല്ലാതെ എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯೆಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന്റെ കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന. ഇനി കുട്ടികളെല്ലാവരും ഇരിക്കൂ. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മോളെ. വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. ഇനി ഈശ്വര സമ്മതിച്ചു നിന്നെ. അമ്മേ നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് നിരത്തി വെക്കടി. ഞാനിത് നോക്കി ചെയ്യട്ടെ. നോട്ട് ബാഡ്. പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ട. പെണ്ണെ, അടിച്ച് നിന്റെ കണ്ണട ഞാൻ മെഡിലോ ബ്ലാങ്കറ്റ് കേട്ടു. മുത്തച്ഛനെങ്ങാനും അറിഞ്ഞ പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ചന്തിക്കിട്ട് ഞാൻ പിടയ്ക്കും. ഇതില് വെള്ളം ഒഴിക്കണ്ടേ? വൈനിലോ? ബുദ്ധു, നിന്നെയൊക്കെ ഇതിനെ സഹകരിപ്പിക്കണേ എന്നെ തല്ലണം. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. വെയിറ്റ്. മൈ ഗോഡ്, സിഗരറ്റോ? സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട് മോനെ. ആണോ? എന്നാ നീ മുഖി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം, ആരെങ്കിലും കണ്ടാ. കമോൺ. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ വേണോ? കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ. മൈൽഡ് ഡ്രിങ്ക് അല്ലേ? അതെ വൈനില തുടങ്ങ്, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, എന്റെ പൊന്ന് ഡെന്നിസേ, മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കണ്ടേ ഡെന്നിസേ? ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ് ഒബ്രു മധു മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ, ഒന്നും ഇല്ലെന്നേ. മുത്തശ്ശാ. ഡെന്നിസേ, ഓ പറയാം.